വാവ്, സാറിന്റെ വീട് പുറമേന്ന് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഹലോ, കുട്ടി ഏതാ? എങ്ങനെ ഇതിനുള്ളിൽ കയറിയേ? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ലല്ലോ. താൻ ഏതാ? താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അയ്യോ അത് ചേട്ടാ, ഞാൻ എൻ്റെ ഉത്തരം പറയാൻ ഒരു താമസം. വഴി കൂടെ പോകുന്നവർക്ക് കയറാനും ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. സ്ഥലം വിടാൻ നോക്ക്. എന്നാൽ താൻ എങ്ങനെ ഇതിനുള്ളിൽ കയറി? ഞാൻ കണ്ടില്ലല്ലോ കയറുന്നത്. പൊന്നു ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. പറയാനും സമ്മതിക്കണില്ല. പുറത്തിറങ്ങിപ്പെട്ടല്ലോ. സാറൊന്ന് വേഗം വന്നാ മതിയേനു. താനൊന്നും പറയണ്ട, ഇവിടുന്ന് വേഗം പോവാൻ നോക്ക്. താൻ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടു വന്നാലേ പിന്നെ എൻ്റെ പണി പോവും. സെക്യൂരിറ്റി, എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ സാറ്, അത് സാറേ, ഈ കുട്ടി ഇവിടെ അതിക്രമിച്ച് കയറിയതാ. പോവാൻ പറഞ്ഞിട്ട് പോണുമില്ല. ആണോ? താനിവിടെ അതിക്രമിച്ച് കയറിയതാണോ? ആണ് സാറേ, ഈ കുട്ടി മുൻവശത്ത് കൂടെ അല്ല എന്തായാലും കയറിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണൂലേ? ആളെ കണ്ടറിഞ്ഞൂടെ? പഠിച്ച കള്ളിയാണ്. ആരടോ തന്റെ കള്ളി? എന്നെ കുറിച്ച് വേണ്ടതിനാ പറഞ്ഞാണ്ടല്ലോ. ഓ, തനിക്ക് കാണിക്കാം. സാറൊന്നുകൊണ്ടും പഠിക്കണം. ഞാൻ ഇവിടെ ഇപ്പോൾ പുറത്താക്കി തരാം. താൻ പോയിക്കോ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഈ കള്ളിയെ ഞാനൊന്ന് വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യട്ടെ. എന്റെ പൊന്നു ചേട്ടാ, അയാൾക്ക് ഭ്രാന്താണ്. ഞാൻ കള്ളിയൊന്നുമല്ല. അയാൾ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കുക. ഞാൻ എൻ്റെ സാറിൻ്റെ കൂടെ വന്നതാ. ഓ, അങ്ങനെയാണോ? പക്ഷെ തന്നെ കണ്ടിട്ടൊരു കള്ളീന്ന് ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. ഓഹോ, അങ്ങനെയാണല്ലേ? അത് തൻ്റെ കണ്ണ് ചൊറിയായിട്ടാണോ? അല്ലേലും പണ്ടേ സത്യം പറയുമ്പോൾ ആർക്കും പിടിക്കുമല്ലോ. സാരല്ല. ഓ, എന്നാ സാറിവിടെ സത്യം പറഞ്ഞു കൊടുത്തിരിക്കട്ടോ. ഞാൻ പോവാ. എനിക്ക് എന്തിൻ്റെ കടയിരുന്ന് പുറത്തിറങ്ങണ്ടേ? ഹേയ് കള്ളിപ്പെണ്ണേ, അങ്ങനെ അങ്ങ് പോവല്ലടോ. കള്ളി തൻ്റെ മറ്റവള് അല്ല പിന്നെ. ഐഷ്, എൻ്റെ കള്ളിപ്പെണ്ണ ഇങ്ങനെ ചൂടാവല്ലേ. ഇച്ചായം വെറുതെ പറഞ്ഞാലേ. ഇച്ചായനോ? ഏത് വകയിലാടോ താൻ്റെ ഇച്ചായനായത്? ഇനി എങ്ങോട്ടാവാലോ. ബൈ ഈ കള്ളിപ്പെണ്ണിന്റെ പേരെന്താ? ഒരു പേരല്ലേ ചോദിച്ചുള്ളൂ, അതിനിങ്ങനെ നോക്കി പേടിപ്പിക്കണോ? ഇത് വല്ലാത്ത ശല്യമായല്ലോ. തനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇല്ലാന്ന് കൂട്ടിക്കോ. എനിക്ക് അപ്പോഴേ തോന്നി തനിക്കിവിടെ ഒരു പണി ഉണ്ടാവില്ലാന്ന്. അതുകൊണ്ടാണല്ലോ വെറുപ്പിക്കാപ്പം ഇങ്ങോട്ട് വന്നേ. അല്ല, കുട്ടി ഇതുവരെ കുട്ടിന്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് തൽക്കാലം തന്നെ അറിയണ്ട. സാരല്ല, ഞാൻ തനിക്കൊരു പേരിടാം. അപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്തിടും? ആ, തന്നെ കാണാനൊരു കള്ളീൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും എവിടേക്കൊക്കെയോ ഒരു അണ്ണാൻ്റെ ലുക്ക് ഉണ്ട്. അപ്പം നമുക്ക് അണ്ണാൻ കുഞ്ഞേന്ന് വിളിക്കാം അല്ലേ? അത് തന്നെ മറ്റവളെ പോയി വിളിക്കടോ, കാട്ടുപോയിക്ക് പരിണാമം സംഭവിച്ചവനെ. ഓ, എൻ്റെ അണ്ണാൻ കുഞ്ഞിനെ പേരിഷ്ടായില്ല. പക്ഷേ ഈ ഇച്ചായന് ഭയങ്കര ഇഷ്ടമായി ഈ പേര്. ഇനി താൻ തൻ്റെ ശരിക്കത്തെ പേര് പറഞ്ഞ് തന്നാൽ പോലും ഞാൻ ഈ പേരെ വിളിക്കുള്ളൂ. താൻ എന്താ ചെയ്, അല്ലെങ്കിലും പോത്തിനോട് വേദം നോക്കിയിട്ട് കാര്യമില്ല. എന്താ പോത്തോ? പോത്തല്ല, ആന. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവിടെ ഇപ്പം എന്തിനാ ആനേനെയും പോത്തിനൊക്കെ പറയണേ? അതിൻ്റെ കാര്യം എന്താ? എനിക്ക് മനസ്സിലായില്ല. തേങ്ങാ പിണ്ണാക്ക്, മര്യാദക്കിൻ്റെ മുമ്പ് പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്താ കൈ കിട്ടണ എടുത്ത് ഞാൻ അറിയും. അതിനിപ്പോൾ ഞാനെന്താ ചെയ്തത്? ഞാൻ എൻ്റെ സംശയം ചോദിച്ചാലേ. കുറച്ചേരം മിണ്ടാണ്ടൊക്കെ, അപ്പൊ താനേ പോയിക്കോളേക്കും. ആ, ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. താനെന്തായാലും തന്നെ പരിചയപ്പെടുത്തില്ല. അപ്പം ഞാനെന്തെങ്കിലും ചെയ്യട്ടെ. എൻ്റെ പേര് ജെയ്ഡൻ. തനിക്ക് വേണമെങ്കിൽ ജെയ്ഡൻ ചായ എന്നൊക്കെ വിളിക്കാം. നോക്കിയിരുന്നു എൻ്റെ പട്ടി വിളിക്കും. അനന്യ, എന്നാ പോവാം. ഓ, വന്നേരപ്പാളി. മനുഷ്യന് സമാധാനത്തെ സംസാരിക്കാൻ സമ്മതിക്കൂല. ഓ, ഇവ അവിടെ ഉണ്ടേനിയോ? അനന്യ, നമുക്ക് പോവല്ലേ? ആ സാർ, ഞാൻ വരാം. എന്നാ പോട്ടടോ കാട്ടുപോയി. ആ, ആയിക്കോട്ടെ. ഈ അണ്ണാൻ കുഞ്ഞിനൊരു ദിവസം എൻ്റെ കൈ കിട്ടും. ഇയാളെ കൈപ്പെടാണ്ടേ, ഞാൻ നോക്കിക്കോളാം. വിശന്നിട്ട് വയ്യ. ക്യാൻറ്റീൻ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഡോക്ടർ. ആ, എന്താ? സാർ, ഒരു കേസ് വന്നിട്ടുണ്ട്. സാർ ഒന്ന് നോക്കൂ. എമർജൻസി കേസാണോ? അല്ല സാർ. ആ, എന്തായാലും അയാളെ ഒരു എക്സ്റേ എടുത്ത് വെച്ചേക്ക്. ഞാൻ അപ്പേക്ക് വരാം. ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേഗം വരാം. ആ, ഓക്കെ ഡോക്ടർ. എക്സ്റേ എടുത്തോ? ആളെവിടെ? ആ സാർ, ഇതാ. നീയോ? നീ എന്താ ഇവിടെ? സാർ, ഇതാണ് പേഷ്യൻ്റ്. സാറ് നേരത്തെ അറിയോ? ആ, അറിയാം. അല്ല, നിനക്കെന്താ പറ്റിയേ? ഒന്ന് വീണതാ. നേഴ്സ്, ഒന്നിൻ്റെ കൂടെ വരുമോ? സാർ,
ഞാൻ പോട്ടെ, എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സാറ് വിളിച്ചാൽ മതി. ആ താൻ പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. എവിടുന്ന് തമ്പുരാട്ടി ഇപ്പോൾ വീഴാനൊക്കെ പോയത്? ഓഫീസിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാല് തെന്നിയതാ. അതങ്ങനെയല്ലേ വരുള്ളൂ. തമ്പുരാട്ടി ഞാൻ താഴത്തേക്കൊന്നും നോക്കിയിട്ടല്ലോ നടപ്പ്. ഇത്രയും ദിവസം ഇങ്ങനെ തന്നെ നടന്നീനെ, ഇന്നിപ്പോൾ എന്താ പറ്റിയൊന്നും അറിയില്ല. ഇനി അതിനെൻ്റെ മെക്കെട്ട് കയറാൻ വരണ്ട. വീണ് കാലൊടിഞ്ഞാലെന്തിത്താ, അഹങ്കാരത്തിനൊരു കുറവുമില്ല. നീ വലിയ വാചകം അടിക്കാണ്ടെങ്കിൽ എന്തേ കുഴപ്പമുണ്ടെങ്കിൽ പറ, എനിക്ക് പോയിട്ട് പല പണിയുണ്ട്. ഈ കാലം വെച്ച് മോളെ എങ്ങോട്ട് പോവാന്നാ വിചാരിക്കണേ? നിന്റെ ഈ അഹങ്കാരത്തിന് നിന്റെ കാലം നിനക്ക് പണിയുന്നുണ്ട്. ഇനി 2-3 ആഴ്ചത്തേക്ക് എനിക്ക് നടക്കാൻ പോലും പറ്റില്ല. നല്ല റെസ്റ്റ് വേണം. അപ്പോഴവള് വലിയ പണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കണത്. 2-3 ആഴ്ചയോ? അതൊന്നും നടക്കൂല. എന്തേലും ചെയ്ത് വേഗം കാല് റെഡിയാക്കിത്താ, നല്ല വേദന ഉണ്ട്. ഞാനെന്താ കുപ്പിന്ന് ഇറങ്ങിയെന്ന ഭൂതോ? ഇപ്പം കാല് ശരിയാക്കണം എന്ന് പറയുമ്പോൾ കാല് ശരിയാക്കാൻ പറയുന്നത് പോലെ 2-3 ആഴ്ച റെസ്റ്റ് എടുത്താൽ കാല് താനേ ശരിയായിക്കോളും. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഞാൻ പ്ലാൻ ചെയ്തൊക്കെ ഇപ്പം നിൽക്കും. നാളെ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. നീ അതിനെന്താ എന്നെ നോക്കി പറയണേ? ഞാൻ തള്ളിയിട്ടാണോ എന്നെ? നീ നോക്കിയെടുക്കാത്ത വീണല്ലേ? അതെങ്ങനെയാ? ഡോറേന്റെ കുഞ്ഞമ്മേന്റെ മോളല്ലേ, ഒരു സ്ഥലത്ത് അടങ്ങിക്കൂലല്ലോ. നീ വലിയ ആളുടെ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനാ വീണത്, എൻ്റെ കാലിനെ പരിക്കേറ്റി, ഞാനാ വേദന സഹിക്കുന്നത്. എൻ്റെ പൈസ മുടക്കിയിട്ടാണ് ഞാൻ ചികിത്സിക്കണേ. അതുകൊണ്ട് നീ നിന്റെ ഡോക്ടർ പണി മാത്രം ചെയ്താൽ മതി, അല്ലാതെ വെറുതെ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. അല്ലെങ്കിൽ ഞാനെന്താ നിന്നെ പറ്റി ബോധമിടാവണേ? വെറുതെ എൻ്റെ BP കൂട്ടാനായിട്ട്. ആ കാലം നിങ്ങളുടെ നീക്ക്. നിന്റെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോവാൻ. ആ പതുക്കെ, എനിക്ക് വേദനിക്കുന്നു. കുറച്ച് വേദന സഹിക്കണത് നല്ലതാ. അടങ്ങി കിടന്നോടെ. നിന്നെ എനിക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല. പക്ഷെ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടാ. എനിക്ക് പേടിയാണ് നിന്നോട് പറയാൻ. എൻ്റെ ഉള്ളിലെ പ്രണയം നിന്നോട് പറയണമെന്ന് 1000 വട്ടം ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള അടുപ്പം പോലും പോയാലോ എന്നുള്ള പേടി എനിക്ക്. നിന്നോടുള്ളത് വെറൊരു ഇൻഫാക്ച്വേഷൻ അല്ല, പ്രണയമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. എൻ്റെ പ്രണയം എനിക്ക് നിന്നോട് എങ്ങനെ പറഞ്ഞു തരണമെന്നോ നീ അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, ഒന്നിനു വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഡി മോയലെ കഴിഞ്ഞിട്ടോ? നിന്റെ കണ്ണെന്താ തറന്നിക്കുന്നത്? നിനക്ക് വേദനിക്കുന്നുണ്ടോ? സോറി ഡി, ഞാൻ പെയിൻ കില്ലർ ആയിത്തരാം. വേദന ഉള്ളപ്പോൾ മാത്രം കഴിച്ചാൽ മതി. എൻ്റെ മോയിലും கொஞ்சம் സ്ട്രോങ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ ഇത്രയേ ഉള്ളൂ അല്ലേ? അതെങ്ങനെയാ? എപ്പോഴെങ്കിലും ഒന്നല്ലേ വീഴുന്നേ, അപ്പോഴല്ലേ അതിൻ്റെ വേദന അറിയൂ. നീ പോടാ മരപ്പട്ടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ അപ്പം കള്ളക്കണ്ണീരല്ലേ? അല്ലെങ്കിൽ നിന്നെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് പണ്ടേ പണിതാ. കള്ളക്കണ്ണീരൊന്നുമല്ല, വേദന എടുത്തിട്ട് തന്നെയാണ്. പക്ഷേ അത് കാലിലല്ല എന്ന് മാത്രം. എന്താ? ഞാൻ ഫുള്ള് കേട്ടില്ല. അത് കേൾക്കേണ്ടതൊന്നുമല്ല. എന്നെ പിടിച്ച് എണീപ്പിക്കുമോ? ഞാൻ ടാക്സിയിലാണ് വന്നേ, അതുകൊണ്ട് തന്നെ എനിക്കൊരു ടാക്സിയെ വിളിച്ചതാ. ടാക്സിയിലോ? അപ്പം നിന്റെ കാറോ? നീ കാറിലല്ലേ വന്നേ? ഡോക്ടറാണെന്നുകൊണ്ട് ഒരു കാര്യമില്ല മരപ്പൊട്ടൻ. ഞാനെങ്ങനെയാ ഈ കാലം വെച്ച് വണ്ടി ഓടിക്കുക? പറഞ്ഞ ശരിയാണല്ലോ. ശരി, ചിന്തിക്കാൻ മറന്നുപോയി. ഞാൻ വീട്ടിലേക്കാ പോണേ. ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. പക്ഷെ ഒരു കാര്യം, ഞാൻ ക്യാൻറ്റീൻ പോയി ഫുഡ് കഴിച്ച് വന്നിട്ട് പോവുള്ളൂ അത്ര. എനിക്ക് നല്ല വിശക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ലീവാ. എന്നെ വിളിച്ചു വരുത്തിയത് എമർജൻസി കേസ് ഉണ്ടായോണ്ട്. സാരല്ല, പോട്ടെ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കേണ്ട പോന്നേ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ നേരെ മീറ്റിംഗ് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങിയതാ.
അപ്പോഴല്ലേ ഇങ്ങനെ കിടക്കുന്നത്. ഓ, നീ ഒന്നും കഴിച്ചില്ലേ? എന്നാ നീ ഇവിടെ ഇരുന്നു, ഞാൻ കഴിച്ചു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരാം. എന്തായാലും നടക്കണ്ട. അയ്യോ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? എന്നെ വീൽ ചെയറിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും. എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. വേണ്ട, എൻ്റെ മോക്ക് ഞാൻ 100 പേരെ എക്സ്ട്രാ കൊണ്ടുതരാം. അപ്പം സംസാരിക്കാമല്ലോ. പിന്നെ ഞാൻ വണ്ടർലാൻഡിലേക്കല്ല പോണേ, ക്യാൻറ്റീക്കാ. നിനക്കും കൂടിയുള്ള ഫുഡ് ഞാൻ കൊണ്ടുതരും. എങ്ങനെങ്കിലും ചാടാൻ നിൽക്കുക അനങ്ങാൻ. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ. അപ്പം നീ പറഞ്ഞു വരുന്നത് നീ പോവാണെന്നാണോ? ആടാ, മമ്മി വീണതല്ലേ. അപ്പം ഇപ്പോൾ പോയില്ലെങ്കിൽ ശരിയാവില്ല. മമ്മി ഒറ്റയ്ക്കല്ലേ വീട്ടിലുള്ളൂ. അപ്പം ഇനി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. എന്നാലും ഇത്ര പെട്ടെന്ന് മമ്മീൻ്റെ കാര്യമായതുകൊണ്ട് ഞാനൊന്നും പറയില്ല. ഓ, ഇതേ ഈ ജെയ്ഡനോട് മാത്രം പറയണമെന്ന് പറഞ്ഞാണ് നീന്നത്. നിന്നോട് പറയേണ്ട ആവശ്യം എന്തിത്താ? നിന്നോട് പറഞ്ഞിട്ട് എന്തേ കാര്യമുണ്ടോ? അല്ല അലക്സേ? ഓ, നിന്നോട് പറഞ്ഞിട്ട് ഇപ്പം എന്താ വലിയ കാര്യം എന്നാ? നീയല്ലേ അവൻ്റെ വെട്ടി പാക്ക് ചെയ്യാൻ പോണേ. ഒന്ന് പോടായിരുന്നു. ഒന്ന് രണ്ടും മിണ്ടാണ്ടക്കോ. എന്തെങ്കിലും കിട്ടിയാൽ മതി തുടങ്ങാൻ. അല്ലടാ അലക്സേ, നീ എന്നാ പോണേ? നാളത്തെ വൈകുന്നേരത്തെ ട്രെയിനിന് പോകും. ആ, എന്തായാലും നീ ആ ക്രിസ്റ്റീനെ വിളിച്ച് പറഞ്ഞേക്കേ. അയല്ലേ അത് മതി. പിന്നെ ആടാ, ക്രിസ്റ്റീനോടും ഐറിനോടൊക്കെ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞു. ആ, അതെന്തായാലും നന്നായി. അല്ലടാ ചേടാ, നീ ആ ജെസ്സി ആയിട്ടുള്ള ബന്ധം വിട്ടില്ലേ? അമ്മമാർ പറഞ്ഞു നേരത്തെ അവളെ നിന്നെ വിളിച്ചു എന്ന്. ആ, അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വരുന്നുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തു. അങ്ങനെയാണേ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അവൾ നിൻ്റെ തലയിലാവും. ഞാൻ ആദ്യമേ പറയാ, അവളൊരു വിളഞ്ഞ വിത്താ. അതൊക്കെ വെറും നിന്നെ തോന്നലാ. എൻ്റെ തലയിൽ ഏതെങ്കിലും പെണ്ണ് വന്ന് വീണെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ആ പിന്നെ, ജോൽ എന്നെ വിളിച്ച സമയത്താണ് ജെയ്സൺ വന്നേ. അവൻ്റെ കൂടെ ഒരു പെണ്ണും. അവളെ എനിക്കങ്ങ് ബോധിച്ചു. അത് വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഏത് പെണ്ണ് ഞങ്ങൾക്ക് ബോധിക്കാത്തത്? പക്ഷെ അവൾ എല്ലാവരും പോലെ അല്ലടാ. ഷീ ഈസ് സംതിങ് സ്പെഷ്യൽ. അവൾ എന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾ വന്ന് കയറി ടൈം തെറ്റിപ്പോയി. അതെന്താടാ അങ്ങനെ പറയുന്നേ? അത് വേറൊന്നുമില്ലടാ. ജോലി എനിക്കൊരു പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ തേടുന്ന ആ ആളായിട്ടൊരു ബന്ധമുള്ള. നീ പറഞ്ഞു വരുന്നത്? യെസ്, അവളാ മാധവൻ്റെ മോളാ.